വർഷങ്ങൾക്ക് ശേഷം 90-ൽ നടന്ന കേസ്, 94-ൽ ആദ്യം ഈ കേസ് 90 നടന്ന ക്രൈമിന്റെ ഭാഗമായി 94-ൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് പിന്നീട് വർഷങ്ങൾക്കപ്പുറം 2006-ൽ ആന്റണി രാജുവിനെ പ്രതി ചേർക്കുന്നു. വീണ്ടും 13 വർഷങ്ങൾക്ക് 2006 ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം 19 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും കേസിൽ വിധി വരുമ്പോൾ അത് എത്ര വൈകിയാലും കേസുകളിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം, യഥാർത്ഥ തെറ്റ് ചെയ്ത ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വമുണ്ട്. അതാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. ഏതായാലും ആന്റണി രാജു ഇപ്പോഴും അവകാശപ്പെടുത്താൻ തെറ്റുകാരനെ രാഷ്ട്രീയ പ്രേരിതമായി ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ കുടുക്കുകയായിരുന്നു, പ്രതി ചേർക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ കേസിൽ ഹൈക്കോടതി പരിഗണനയിൽ പോലും മറ്റൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഒരു ഘട്ടത്തിൽ ഈ കേസ് കോഷ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനു പകരം തന്നെ പ്രതി ചേർത്തുകൊണ്ടുള്ള മറ്റൊരു കേസ് സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് പൂർണ്ണമായും ഒരു തെളിവുമില്ലാതെ രാഷ്ട്രീയ ഉദ്ദേശത്തോടുള്ള നീക്കമെന്നാണ് ആന്റണി രാജു അവകാശപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്കും അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ആന്റണി രാജു കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആന്റണി രാജുവിന്റെ നേരത്തെ പറഞ്ഞ വാദമുഖങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ശരിയാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി അപ്പീൽ പോവുകയും അവിടെ അനുകൂല വിധി നേടുകയും വേണം. അതുവരെ ആന്റണി രാജു നിയമത്തിന് മുന്നിൽ കുറ്റക്കാരൻ തന്നെയാണ്. അതേ ആന്റണി രാജു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിയമസഭാംഗത്വവും നഷ്ടമായിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും വളരെ ഗൗരവമുള്ള കേസാണ്. ആ രീതിയിൽ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആന്റണി രാജു MLA-യുടെ നിയമസഭാംഗത്വം റദ്ദായിരിക്കുന്ന സാഹചര്യമാണ്. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും, കള്ളത്തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് ഇപ്പോൾ നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആന്റണി രാജുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദായിരിക്കുകയാണ്. ലഹരിക്കേസിൽ പിടിയിലായ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിലാണ് ആന്റണി രാജുവിന് ഇപ്പോൾ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി. ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കലിനാണ് ഏറ്റവും വലിയ ശിക്ഷ. 3 വർഷം തടവും 10,000 രൂപ പിഴയും ചുമത്തിയിരിക്കുന്നു. കള്ളത്തെളിവുണ്ടാക്കൽ വകുപ്പിന് 3 വർഷം തടവ് എന്നിങ്ങനെയാണ് നെടുമങ്ങാട് 1-ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷാവിധി പറയാൻ നെടുമങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല എന്നതായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. പ്രോസിക്യൂഷൻ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. CJM കോടതി ഈ കാര്യം പരിഗണിക്കണം എന്ന ഒരാവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ പ്രോസിക്യൂഷന്റെ ഈ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. നീതിന്യായ രംഗത്ത് തന്നെ വളരെ അപൂർവമായ ഒരു കേസാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പലകുറി ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. അതിലാണ് ഇപ്പോൾ ഒരു MLA ആയ ആന്റണി രാജുവിന് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം തന്നെ റദ്ദാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം മൂടിവെക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടന്നതാണ്. അത് പിന്നീട് ആ രക്ഷപ്പെട്ട പ്രതിയിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വന്നത്. അത് ഇന്റർപോൾ വഴി കേരള പോലീസിലേക്ക് എത്തുകയും പിന്നീട് തുടർന്ന് അന്വേഷണം നടത്തുകയും അത് വിചാരണയ്ക്കൊടുവിൽ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കുന്നതിൽ എത്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. 3 വർഷത്തെ തടവ് വിധിക്കുന്ന സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കാനായി നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ ആന്റണി രാജുവിന് 33 പതിറ്റാണ്ടിനിപ്പുറം വലിയ കുരുക്കായി മാറിയിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദായിരിക്കുകയാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് ഈ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷവും ആന്റണി രാജുവിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും കോടതി ശിക്ഷ വിധിക്കുന്നത് കേൾക്കാൻ കോടതിക്കുള്ളിലായിരുന്നു ആന്റണി രാജു. അതിനുശേഷം ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് വരുമ്പോൾ ആന്റണി രാജു മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കോടതിക്ക് പുറത്ത് അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ കോടതിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്, അതിന്റെ നേതാവാണ് ആന്റണി രാജു. ആ ആന്റണി രാജുവിനാണ് ക്രിമിനൽ കേസിൽ ഇപ്പോൾ ജയിലിൽ പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ ശിക്ഷ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്നാൽ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് ജയിലിൽ പോകേണ്ടി വരില്ല എന്നതാണ് ഇപ്പോൾ സാഹചര്യം. തൊണ്ടി മുതൽ കേസ് അത് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം അതാണിപ്പോൾ ആന്റണി രാജുവിന് വലിയ കുരുക്കായി മാറിയിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിയും ഒരു കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ്
അതിലാണ് ഇപ്പോൾ ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത്. 1990 ഏപ്രിൽ 4-നാണ് ഓസ്ട്രേലിയൻ പൗരനായ സാൽവദോർ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ഹാഷിഷുമായി പിടിയിലായത്. പൂന്തുറ SHO ആയ ജയമോഹൻ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം തടവും പിഴയും വിധിച്ചു. ഈ വിചാരണ നടക്കുമ്പോൾ ഈ തൊണ്ടി മുതൽ ക്ലർക്കിനെ സ്വാധീനിച്ച് പ്രതിയുടെ അഭിഭാഷകനായ ആന്റണി രാജു കൈക്കലാക്കുകയും അത് പുറത്തു കൊണ്ടുപോയി ചെറുതാക്കിയ കേസ് തന്നെ അട്ടിമറിക്കുകയും ചെയ്തു, പ്രതിയെ രക്ഷിക്കുകയും ചെയ്തു എന്നതാണ് സാഹചര്യം. ഇത് പിന്നീട് ഈ രക്ഷപ്പെട്ട പ്രതി തന്നെ മറ്റൊരു കേസിൽ ഓസ്ട്രേലിയയിൽ പിടിയിലാകുമ്പോൾ സഹ തടവുകാരനോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അത് പിന്നീട് ഇന്റർപോൾ വഴി കേരള പോലീസിലേക്ക് ആ വിവരങ്ങൾ എത്തുകയും പിന്നീട് അതിന്റെ കേസെടുക്കുകയും വിചാരണ നടപടികൾ ആരംഭിക്കുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു സുപ്രീം കോടതി വരെ പലകുറി ഈ കേസുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വിചാരണ പൂർത്തിയാക്കാൻ മേൽക്കോടതികൾ നിർദ്ദേശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കേസിലാണ് വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കുമ്പോൾ ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാകുന്നു. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആന്റണി രാജുവിന്റെ പ്രതികരണം എന്താണ് എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, സമാനതകൾ ഇല്ലാത്ത ഒരു കേസാണ്. അത് പലകുറി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ വേട്ടയാടുന്ന നിലയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇത് ഏത് നിലയിൽ ബാധിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ്. ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവാണ് ആന്റണി രാജു. ആ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാകുന്നത് രാഷ്ട്രീയമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഉപയോഗിക്കും? തീർച്ചയായിട്ടും ആന്റണി രാജു രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു കറുത്ത ഏടായി മാറുമെന്ന് ഉറപ്പാണ്. എത്രത്തോളം അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതത്തിനെങ്കിലും അവസാനം കുറിക്കുന്ന ഒരു വിധിയായി ഇത് മാറാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. കോടതിയിൽ അപ്പീൽ പോയാലും അതിനെ ഈ കേസ് റദ്ദ് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തൊക്കെ പിന്നീട് മാത്രമേ വ്യക്തമാവൂ. ഈ വിധി തന്നെ റദ്ദ് ചെയ്ത ഒരു പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഒരുങ്ങും. ഏതായാലും നിയമസഭാംഗത്വം റദ്ദാകുന്നുണ്ട്. ഇനി ഹൈക്കോടതിയിൽ പോയി അദ്ദേഹത്തിന് കേസ് ഈ കോടതി ഫൈൻഡ് ചെയ്ത എല്ലാ വകുപ്പുകളിലും മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായോ. അപ്പൊ പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെന്റ് കൊടുക്കണമെന്നായിരുന്നു. കോടതി അതിൽ നിന്നും അതിന്റെ റീസൺസ് എനിക്ക് ഇപ്പൊ ഓർഡർ കിട്ടിയതാണ്. ഞാൻ വായിച്ചു നോക്കിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ പ്രോസിക്യൂഷന്റെ അല്ല കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ലേ അതെ 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 കോടതി നിരീക്ഷിച്ച് പറഞ്ഞത്. അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിംഗിൽ എത്തിയെന്നുള്ളത് ഓർഡർ വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഓർഡറിന്റെ കോപ്പി കിട്ടിയാലേ വായിച്ചു നോക്കിയാലേ പറയാം. കോടതി മാറ്റി വെച്ചിട്ടുണ്ടോ വിധി പറഞ്ഞത്? അതെ. അപ്പൊ അതിന്റെ അപ്പീലോ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇല്ല അതുണ്ട്. പ്രോസിക്യൂഷന് ഇല്ല. ഇതിന്റെ മാക്സിമം ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന് മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക് അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും. ഈ 409 ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും 2 പ്രതികൾക്കും ശിക്ഷയുണ്ട്. ഒരേ ശിക്ഷ തന്നെയാണ്. അതെ ഒരേ ശിക്ഷ.